പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ അരിമ്പൂരിൽ കിണറ്റിൽ കല്ലുകെട്ടി താഴ്ത്തിയ നിലയിൽ കണ്ടെത്തിയ ചാക്കിൽ നിന്ന് എല്ലിൻ കഷ്ണങ്ങൾ ലഭിച്ചു. 14-ാം വാർഡിൽ ന്യൂ ജനറേഷൻ റോഡിനടുത്തുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബാലൻ വീടിന് പുറകിലുള്ള കിണറ്റിൽ വെള്ളം കോരുന്ന സമയത്ത് കിണറ്റിലേക്ക് മറ്റൊരു കയർ കാണുകയും കയർ പൊക്കി മാറ്റിയപ്പോൾ പ്ലാസ്റ്റിക് ചാക്കിൽ എല്ലിൻ കഷ്ണങ്ങൾ കണ്ടെത്തുകയുമായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതിയായ പുല്ലഴി ജലസവാരിക്ക് തുടക്കമായി. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്ത് ജലസവാരിക്ക് തുടക്കം കുറിച്ചു. പ്രകൃതി രമണീയമായ പുല്ലഴി കോൾ മേഖലയുടെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് ജലസവാരി പദ്ധതിയുടെ ലക്ഷ്യം. പുഴയ്ക്കൽ ഏനാമാവ് KLDC കനാലിൽ പുല്ലഴി ചെറിയ പാലത്തിന് സമീപമുള്ള കനാൽ പ്രദേശം പ്രയോജനപ്പെടുത്തിയാണ് ജലസവാരി ആരംഭിച്ചിരിക്കുന്നത്. ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി തുടർന്നും ഇത്തരം പദ്ധതികൾ ആരംഭിക്കുമെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പറഞ്ഞു. ഏറെ സന്തോഷമുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷന്റെ ജലസവാരി പദ്ധതിയുടെ ഫസ്റ്റ് ഉദ്ഘാടനം ഇപ്പം ഇവിടെ പുല്ലഴിയിൽ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, എക്കോ ടൂറിസം എന്ന് പറയുമ്പോൾ പ്രകൃതിയും പരിസ്ഥിതിയും ഒരുമിച്ച് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചുരുങ്ങിയ ചെലവിൽ വിനോദയാത്ര നടത്തുന്ന ഒരു പരിപാടി. നമുക്കറിയാം, പുല്ലഴിയുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സീനിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ വളരെ പ്രകൃതി രമണീയമായ ഈ സ്ഥലം അവിടെ ആസ്വദിച്ചുകൊണ്ട് ഒരു ജലസവാരി, അതും കുറഞ്ഞ നിരക്കിൽ, മിതമായ നിരക്കിൽ സഞ്ചരിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏറെ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ദിവസത്തിൽ. വർഷങ്ങൾ നീണ്ട കഠിന പരിശ്രമത്തിലൊടുവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതെന്ന് പുല്ലഴി മുൻ ഡിവിഷൻ കൗൺസിലർ K. രാമനാഥൻ പറഞ്ഞു. 2010 കൗൺസിലായ സമയത്ത് ഞങ്ങളൊരു ശ്രമം നടത്തിയതാണ്. പക്ഷെ അത് പല കാരണങ്ങളെ കൊണ്ട് സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞത് നടപ്പായില്ല. പക്ഷെ 2020 വീണ്ടും ഞാൻ കൗൺസിലറായപ്പോൾ ഇതിൻ്റെ പുറകെ നിന്നു. 2020-21 തന്നെ 50 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് അനുഭവിച്ചെങ്കിലും ഈ KLDC കനാല് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടുള്ള തടസ്സങ്ങൾ അതിൻ്റെ പിന്നാലെ നിരന്തരം ഓടി നമുക്കിതിൻ്റെ ഉദ്ഘാടനം 2025 നവംബർ 11 നമുക്ക് നടത്താൻ കഴിഞ്ഞു. പക്ഷെ എന്നാലും സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ വന്നു. എല്ലാ പ്രശ്നങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തീർന്നു. പുല്ലഴിയിൽ ഇത് നമ്മുടെ യാഥാർത്ഥ്യമാവുകയാണ്. അത് കൗൺസിലർ എന്ന നിലയ്ക്ക്, ജനപ്രതിനിധി എന്ന നിലയ്ക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, കൗൺസിലർമാരായ സുനിത വിനു, ലാലി ജെയിംസ് തുടങ്ങിയവരും പങ്കെടുത്തു. ഏകദേശം 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നത്. പെഡൽ ബോട്ട്, കയാക്കിംഗ് ബോട്ട്, കുട്ടവഞ്ചി തുടങ്ങിയവ സജ്ജമാക്കിയിട്ടുണ്ട്. പുള്ളിൽ ജലസവാരി വിജയകരമായി നടത്തുന്ന ഷാജിയാണ് 3 വർഷത്തേക്ക് പുല്ലഴിയിലെയും കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. 300 മുതൽ 100 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക്. രാവിലെ 7 മുതൽ വൈകിട്ട് 6:30 വരെയാണ് സമയം. 700 ഏക്കറോളം വരുന്ന പുല്ലഴി കോൾമേഖലയുടെ സമഗ്ര ടൂറിസം വികസനത്തിന് ജലസവാരി ഉതകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. TCV, തൃശൂർ. സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്നും 22 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന സ്വർണവുമായി മുങ്ങിയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ ഒല്ലൂർ പോലീസ് പിടികൂടി. തൃശൂർ അഞ്ചേരിച്ചിറയിലെ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്നും 2 ദിവസം മുൻപ് സ്വർണവുമായി കടന്നുകളഞ്ഞ ബംഗാൾ സ്വദേശി വരുൺ ജനയെയാണ് പിടികൂടിയത്. ഒല്ലൂർ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഫൈസൽ, സബ് ഇൻസ്പെക്ടർ ജിസ് മാത്യു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉല്ലാസ്, സിവിൽ പോലീസ് ഓഫീസർ നിരാജ് മോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കടുകശ്ശേരി തച്ചുകുന്ന് സഫിയ വധക്കേസിൽ അറസ്റ്റിലായ പ്രതിയെ സ്വർണം വിറ്റ ജ്വല്ലറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കടുകശ്ശേരി വെട്ടുകാട്ടിൽപ്പടി വീട്ടിൽ ശരത്തിനെയാണ് എരുമപ്പെട്ടി ശ്രീകൃഷ്ണ ജ്വല്ലറിയിൽ കൊണ്ടുവന്ന് സ്വർണ്ണാഭരണം കണ്ടെടുത്തത്. സഫിയുടെ കൈകളിൽ നിന്നും ഊരിയെടുത്ത വളകളിലൊന്നാണ് പ്രതി ശരത്ത് എരുമപ്പെട്ടിയിലെ സ്വർണ്ണാഭരണ ഷോപ്പിൽ വിൽപ്പന നടത്തിയത്. 1 പവൻ തൂക്കമുള്ള വളയ്ക്ക് 1 ലക്ഷം രൂപയാണ് ലഭിച്ചത്. കോടതി റിമാൻഡ് ചെയ്തിരുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പ് നടത്തിയത്. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നായർ, SI-മാരായ KR ജസ്റ്റിൻ, സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. കടുകശ്ശേരി തച്ചോത്ത് വീട്ടിൽ പരേതനായ മുഹമ്മദിന്റെ ഭാര്യ 70 വയസ്സുള്ള സഫിയ ഏപ്രിൽ 11 കൊല്ലപ്പെട്ടത്. തനിച്ചു താമസിച്ചിരുന്ന സഫിയെ വൈകുന്നേരം പ്രതി വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. സഫിയുടെ ശരീരത്തിലുണ്ടായിരുന്ന മാലയും വളകളും പ്രതി കവർന്നു. ശരത്തിന്റെ വീട്ടിലെ കുളിമുറിയിൽ നിന്നും സഫിയുടെ സ്വർണ്ണമാലയും 3 വളകളും പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്യലിലാണ് എരുമപ്പെട്ടിയിലെ ജ്വല്ലറിയിൽ 1 വള വിൽപ്പന നടത്തിയതായി പ്രതി അറിയിച്ചത്. ശ്രീനാരായണപുരത്ത് കെട്ടിടത്തിന് മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. കോതപറമ്പ് കാര്യേഴത്ത് സത്യേഷാണ് മോഷണക്കേസിൽ കർണാടക പോലീസ് തേടി വന്നതിനെ തുടർന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്.
ശ്രീനാരായണപുരം ആത്മാവിലുള്ള ബന്ധുവീട്ടിലുണ്ടായിരുന്ന സത്യേഷിനെ തേടിയെത്തിയ പോലീസിനെ കണ്ട് ഇയാൾ അടുത്തുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ കയറുകയായിരുന്നു. 1.5 മണിക്കൂറോളം പരിഭ്രാന്തി സൃഷ്ടിച്ച യുവാവ് സ്വമേധയാ താഴെയിറങ്ങി. നഴ്സുമാരുടെ ന്യായമായ തൊഴിൽ സമരത്തെ വർഗീയവൽക്കരിക്കുകയാണ് തൃശൂർ അതിരൂപതി എന്ന യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. എത്ര തെറ്റിദ്ധരിപ്പിച്ചാലും ജീവിത സമരം വിജയം കാണുക തന്നെ ചെയ്യുമെന്നും UNA വ്യക്തമാക്കി. മിനിമം വേതനമെന്ന ആവശ്യവുമായി നഴ്സുമാർ സമരം ആരംഭിക്കുമ്പോൾ 27 ആശുപത്രികളായിരുന്നു കരാറിലെത്താതിരുന്നത്. എന്നാൽ ഇനി അവശേഷിക്കുന്നത് അമല ജൂബിലി ആശുപത്രികൾ മാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് ജൂബിലി ആശുപത്രിയുടെ ചെയർമാൻ കൂടിയായ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പിന്റെ ഹൗസിന് മുന്നിലേക്കടക്കം സമരം നടത്തേണ്ടി വന്നത്. ഇതിനെ സഭയ്ക്കെതിരെ എന്ന നിലയിൽ വർഗീയവൽക്കരിച്ചും 60,000 രൂപ വരെ ശമ്പളം നൽകുന്നു എന്ന് പറഞ്ഞും എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എത്ര തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും യാഥാർത്ഥ്യം ജനത്തിന് മനസ്സിലാകും. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിക്കുന്നതിന്റെ 4/1 ശ്രമം മാത്രം മതി സമരം അവസാനിപ്പിക്കാൻ. എന്നാൽ ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല. തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. അതല്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് UNA വ്യക്തമാക്കി. കേവലം ഒരു തൊഴിൽ സമരത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അവർക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും? ഇവരാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുക? എന്താണ് ഇവരുടെ ലക്ഷ്യം? നമുക്ക് മനസ്സിലാകുന്നില്ല. UNA എന്ന് പറയുന്ന പ്രസ്ഥാനമാണോ ഇവരുടെ പ്രശ്നം? അതെയോ നിങ്ങളുടെ സ്വന്തം സ്ഥാപനത്തിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ പട്ടിണി കിടന്ന് മരിക്കണമെന്ന ആഗ്രഹമാണോ നിങ്ങൾക്കുള്ളത്? ഇതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം 1 മാസം കഴിഞ്ഞു, 2ാം മാസത്തിലേക്ക് കടന്നിരിക്കുക സമരം. അതിനിടയ്ക്ക് വർഗീയത പ്രചരിപ്പിക്കുവാനും ഈ സമരത്തെ അടിച്ചമർത്തുവാനും ഇവരെടുക്കുന്ന എഫേർട്ടിന്റെ 4/1 വേണ്ട ഈ സമരം ഇന്നിവിടെ അവസാനിപ്പിക്കാൻ. ആശുപത്രി മാനേജ്മെന്റുകൾക്കെതിരെ UNAയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ജൂബിലി ആശുപത്രി പരിസരത്ത് നിന്നും പ്രകടനമായി എത്തി കിഴക്കേക്കോട്ടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം UNA സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നഴ്സിംഗ് ട്യൂട്ടേഴ്സ് സംഘടന സംസ്ഥാന സെക്രട്ടറി നിത, UNA സംസ്ഥാന സെക്രട്ടറി അജയ് വിശ്വംഭരൻ, ദേശീയ സെക്രട്ടറി സുദീപ് എന്നിവർ സംസാരിച്ചു. 100 കണക്കിന് നഴ്സുമാരാണ് പ്രകടനത്തിൽ അണിനിരുന്നത്. നേരത്തെ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നിശ്ചയിച്ചിരുന്നെങ്കിലും അതിൽ നിന്നും സംഘടന പിൻവാങ്ങി. അതേസമയം ജൂബിലി അമല ആശുപത്രികൾക്ക് മുന്നിലുള്ള നഴ്സുമാരുടെ സമരം തുടരുകയാണ്. TCV തൃശൂർ. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് പ്രമുഖ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. CMS സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മെയ് ദിന റാലി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. AITUC ജില്ലാ സെക്രട്ടറി M രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ സെക്രട്ടറി TK സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി. CITU കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ T സുധാകരൻ, MR രാജൻ, KM ഹൈദർ, E നന്ദകുമാർ, രഹന, KN രഘു തുടങ്ങിയവർ സംസാരിച്ചു. സർവ്വദേശീയ തൊഴിലാളി ദിനത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. മുതുവട്ടൂർ സെൻട്രലിൽ നിന്ന് ആരംഭിച്ച മെയ് ദിന റാലി ചാവക്കാട് നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കമ്മിറ്റി അംഗം PK രാജേശ്വരൻ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ AH അക്ബർ, CPM ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ്, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, AITUC നേതാവ് സതീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുതിർന്ന പൗരന്മാർക്കുള്ള ദർശന സൗകര്യങ്ങളിൽ കാതലായ മാറ്റങ്ങളുമായി ദേവസ്വം ഭരണസമിതി. നിലവിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് നൽകി വരുന്ന പ്രത്യേക ദർശന സൗകര്യം നിർത്തലാക്കാൻ ഭരണസമിതി തീരുമാനിച്ചു. ഇതിന് പകരമായി സൂപ്പർ സീനിയേഴ്സ് എന്ന പേരിൽ പുതിയ വരി സംവിധാനം ഏർപ്പെടുത്തും. മുതിർന്ന പൗരന്മാർക്കുള്ള പ്രത്യേക വരിയിലൂടെയുള്ള ദർശനം ഇനി മുതൽ 70 വയസ്സ് പിന്നിട്ടവർക്ക് മാത്രമായിരിക്കും ലഭ്യമാവുക. 70 വയസ്സ് തികയാത്തവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കില്ലെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനായി അംഗീകൃത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കണമെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ വ്യക്തമാക്കി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. Discover la Vraigote, la crème de la fraîcheur. French Diary Ice Creams, a taste factory.
അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നാ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamondsൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ 3ാം ഉത്സവം ആഘോഷിച്ചു. രാവിലെ നടന്ന ശിവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. കൂടൽമാണിക്യം മേഘാർജുനൻ ഭഗവാന്റെ തിടമ്പേറ്റി. വലത്ത് പല്ലാട്ട് ബ്രഹ്മദത്തനും ഇടത്ത് പാറേമക്കാവ് കാശിനാഥനും കൂട്ടാനകളായി. കലാമണ്ഡലം ശിവദാസിന്റെ നേതൃത്വത്തിൽ പഞ്ചാരി മേളം അരങ്ങേറി. വൈകിട്ട് വിളക്കെഴുന്നള്ളിപ്പ് നടക്കും. ചിരിയും ചിന്തയും പകർന്നു നൽകുന്ന ഓട്ടൻതുള്ളൽ ആസ്വദിക്കാൻ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെത്തുന്നത് നിരവധി ഭക്തജനങ്ങൾ. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ പകൽ ശീവേലിക്ക് ശേഷമാണ് കിഴക്കേ നടപ്പുരയിൽ ഓട്ടൻതുള്ളൽ നടക്കുന്നത്. വൃത്താകൃതിയിൽ ആസ്വാദകരും നടുവിൽ തുള്ളൽ അവതരിപ്പിക്കുന്ന ആളും സംഘവും. ഇതാണ് കൂടൽമാണിക്യത്തിലെ അവതരണ രീതി. ആദ്യകാലങ്ങളിൽ ഓട്ടൻതുള്ളൽ 3ാം ദിവസമാണ് നടന്നിരുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളലുകളാണ് നടക്കുക. ഇപ്പോൾ ഓട്ടൻതുള്ളൽ മാത്രമാണ് നടക്കുന്നത്. കല്യാണ സൗഗന്ധികം, കിരാതം, രാമാനുചരിതം, ഗണപതി പ്രാതൽ തുടങ്ങിയ കഥകളാണ് ഇവിടെ ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നത്. രാജീവ് വെങ്കടങ്ങിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ വർഷം ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നത്. കൽതായ സഭയുടെ ദിവംഗതരായ പിതാക്കന്മാരുടെ ഓർമ്മദിനം ആചരിച്ചു. തൃശൂർ മാർത്തമറിയം വലിയപള്ളി കത്തീഡ്രലിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് പാത്രിയർക്കീസ് മാർ ആവ തൃതീയൻ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കുരുവിളച്ചൻ പള്ളിയിലുള്ള വിശുദ്ധന്റെ കബറിങ്കൽ ധൂപ പ്രാർത്ഥന നടന്നു. സമൂഹസദ്യയുടെ ആശീർവാദം മാർ ആവ തൃതീയൻ നിർവഹിച്ചു. സമൂഹസദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫാമിലി അപ്പോസ്റ്റലേറ്റ് സെന്ററിൽ മാർ ജോസഫ് കുണ്ടുകുളം അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മാർ ജോസഫ് കുണ്ടുകുളത്തിന്റെ 28ാം ചരമവാർഷിക ദിനത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. അതിരൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ട്വിങ്കിൾ വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ മാർ കുണ്ടുകുളം അനുസ്മരണ പ്രഭാഷണം നടത്തി. അതിരൂപത കുടുംബ കൂട്ടായ്മ ജനറൽ കൺവീനർ ഡോക്ടർ ജോർജ് അലക്സ്, ജനറൽ സെക്രട്ടറി AD ഷാജു, ഡോക്ടർ CT പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മാർ ജോസഫ് കുണ്ടുകുളം സാമൂഹ്യ സേവന പുരസ്കാര സമർപ്പണവും വിവിധ കർമ്മരംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കലും നടന്നു. ഇരിങ്ങാലക്കുട വെള്ളാങ്ങല്ലൂരിൽ ഡ്രൈഡേ ദിനത്തിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയയാളെ ഇരിങ്ങാലക്കുട എക്സൈസ് അറസ്റ്റ് ചെയ്തു. വെള്ളാങ്കല്ലൂർ സ്വദേശി പറപ്പള്ളി വീട്ടിൽ ഗിരീഷിനെയാണ് ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ അഭിജിത്ത് ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 33 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എക്സൈസ് സംഘം പിടിച്ചെടുത്തു. ഉയരം കുറഞ്ഞ നാടൻ പശുവിനമായ പുങ്കന്നൂർ പശുവിനെ വളർത്തി പരിപാലിക്കുന്നതിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ് താണിക്കുടം സ്വദേശികളായ അധ്യാപക ദമ്പതികൾ. തിരുപ്പതി മാടെന്നും അറിയപ്പെടുന്ന ഈ ഇന്ത്യൻ നാടൻ പശുവിനത്തിന് കേരളത്തിലും പ്രിയമേറുകയാണ്. ആന്ധ്രയിൽ നിന്ന് 80,000 രൂപയ്ക്ക് വാങ്ങി 30,000 രൂപ ചിലവാക്കിയാണ് താണിക്കുടത്തെ ഹരീഷ് കവിത അധ്യാപക ദമ്പതികൾ പൊങ്കന്നൂർ പശുവിനെ സുന്ദരി എന്ന് പേരിട്ട് വളർത്താൻ ആരംഭിച്ചത്. സുന്ദരിയുടെ 4 പ്രസവം കഴിഞ്ഞു. കുഞ്ഞുങ്ങളിൽ 2 എണ്ണത്തിനെ വിറ്റപ്പോൾ ഭേദപ്പെട്ട വരുമാനമുണ്ടായി. 8 മാസക്കാരി കിങ്ങിണിയും 2 വയസ്സുകാരി പാറുവും കൂട്ടിനായി വീണ്ടും വാങ്ങിയ ആൺതുണയായി ചാക്കുവും അടങ്ങുന്നതാണ് ഇവിടുത്തെ പൊങ്കന്നൂർ പശു പരിപാലനം. വളരെ ഉയരം കുറവാണ്, കുട്ടികൾക്ക് വരെ കൈകാര്യം ചെയ്യാമെന്നുള്ള ന്യൂസ് കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അതിനെ ശ്രദ്ധിച്ചത്. പിന്നെ വളരെ ചുരുങ്ങിയ സ്ഥലത്തിൽ മതി. നമ്മുടെ വീടും കുറച്ച് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട്
ആ തരത്തിലാണ് ഞാൻ ചെറിയ പശുവിനെ ആഗ്രഹിച്ചത്. അപ്പോൾ ഒരു 4-6 സ്പേസിൽ വളർത്താൻ പറ്റുന്ന ഒരു പശു എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് പുങ്ങന്നൂരിന് എടുത്തത്. ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ കേട്ടതിനേക്കാളും മനോഹരമാണെന്നും ഇണക്കത്തിൻ്റെ കാര്യത്തിലായാലും വളർത്താനുള്ള ചിലവും വളരെ ചുരുക്കമാണെന്ന് മനസ്സിലായത്. ഒരു ആലങ്കാരികമായിട്ട് പല വീടുകളിലും വളർത്തുന്നുണ്ട്. വീടിൻ്റെ ഉള്ളിലും വളർത്താവുന്ന ചെറിയ ഇനം പശുക്കളായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഹരമായതുകൊണ്ട് ഒരു മോഹവിലയ്ക്കാണ് ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ചെറിയ പശുവിനെ. പരിപാലന ചെലവ് കുറവും വിപണിയിൽ വൻ ഡിമാൻഡുമാണ് ഓമനത്വം തുളുമ്പുന്ന ഈ കുഞ്ഞൻ പശുക്കൾക്ക്. കുട്ടികൾക്കും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ഇവയെ പലയിടത്തും വീടിനകത്തു പോലും വളർത്താറുണ്ട്. സാധാരണ പശുക്കൾക്കെന്ന പോലെ പുല്ല്, വൈക്കോൽ, പിണ്ണാക്ക്, വെള്ളം തുടങ്ങിയവ കുറഞ്ഞ അളവിലെ ഇവയ്ക്ക് വേണ്ടു. ചുരുങ്ങിയ തീറ്റ ചെലവും വരൾച്ചയെ പോലും സഹിക്കാനാവുന്ന പ്രതിരോധ ശേഷിയും ഇവയുടെ പ്രത്യേകതയാണ്. ആന്ധ്രാപ്രദേശിലെ പൊങ്കന്നൂർ ഗ്രാമമാണ് ഇവയുടെ ഉത്ഭവസ്ഥലം. ഏകദേശം 70 മുതൽ 90 സെന്റിമീറ്റർ വരെ ഉയരവും 115 മുതൽ 200 കിലോ വരെ ഭാരവുമുള്ള ഇവയിൽ നിന്ന് 8% കൊഴുപ്പുള്ള 3 ലിറ്റർ വരെ പാൽ പ്രതിദിനം ലഭിക്കും. ചെറിയ സ്ഥലത്തും വളർത്താവുന്നവയും കുട്ടികൾക്ക് പോലും പരിപാലിക്കാനാകുന്നതുമായ ഇവയ്ക്ക് വിപണിയിൽ 1 ലക്ഷത്തോളമാണ് വില. TCV തൃശൂർ. കഴിഞ്ഞ 49 വർഷമായി സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ മുന്നിട്ട് നിൽക്കുന്ന വിക്ടറി ITAയുടെ സ്ഥാപകനും കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖനുമായിരുന്ന R. ഗണേഷ് മാസ്റ്ററുടെ 23ാം അനുസ്മരണം സംഘടിപ്പിച്ചു. ഒല്ലൂക്കര വിക്ടറി ITAയിൽ ചേർന്ന ചടങ്ങിൽ മന്ത്രി K. രാജൻ ഗണേഷ് മാസ്റ്ററുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അദ്ദേഹം അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. വിക്ടറി ITAയുടെ സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കുള്ള സാനിറ്ററി കിറ്റുകൾ പട്ടിക്കാട് സ്നേഹാലയത്തിലെ അന്തേവാസികൾക്ക് നൽകുന്നതിനായി സ്നേഹാലയം ഇൻചാർജുമാരായ പോളി പീറ്റർ എന്നിവർക്ക് കൈമാറി. ചടങ്ങിൽ കോർപ്പറേഷൻ കൗൺസിലർമാരായ ശ്യാമള മുരളീധരൻ, K. ഗോപാലകൃഷ്ണൻ, വിക്ടറി ITA മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ, സംഘാടക സമിതി ചെയർമാൻ P. രാമചന്ദ്രൻ, ഷൈനി ഗണേഷ്, ഹരിത പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിക്ടറി കുടുംബാംഗങ്ങൾ, പൊതുപ്രവർത്തകർ, നാട്ടുകാർ, വിക്ടറി ITA ഒല്ലൂക്കര, തൃശൂർ ടൗൺ, ഇരിങ്ങാലക്കുട, എടപ്പാൾ എന്നിവിടങ്ങളിലെ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരും സംബന്ധിച്ചു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മെത്രാഭിഷേക വാർഷികാഘോഷം നടന്നു. അതിരൂപത ആസ്ഥാനത്ത് വാർഷികാഘോഷ ചടങ്ങിൽ ആശുപത്രി സംരക്ഷണ സമിതി ആർച്ച് ബിഷപ്പിന് ബൊക്കെ നൽകി ആശംസകൾ അർപ്പിച്ചു. മാർ ടോണി നീലങ്കാവിൽ, വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമരസേനാനിയും CPM മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന K. ഈശന്റെ ചരമദിനാചരണത്തിന്റെ ഭാഗമായ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സിബിൻ C. ബാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി AS ദിനകരൻ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, KS മോഹൻദാസ്, CP ജോസ്, TV മദനമോഹനൻ, MV മുകേഷ്, AS ജിംഷാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചിന്മയ മിഷൻ കലാമന്ദിറിന്റെ പുതിയ സംരംഭമായ ചിന്മയാമൃതം ഭജൻസ് ഗ്രൂപ്പിന് തൃശൂരിൽ തുടക്കമായി. തൃശൂർ നീരാഞ്ജലി ഹാളിൽ നടന്ന ചടങ്ങിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. മണിസ്വാമി, ചിന്മയ കലാമന്ദിർ പ്രിൻസിപ്പൽ ഗീതാ റാണി, ചിന്മയ ട്രസ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചിന്മയാമൃതം ഭജൻസിന്റെ പ്രഥമ സംഗീത പരിപാടി അരങ്ങേറി. നമുക്ക് പണ്ട് കാലത്ത് ഞാൻ 32 വർഷമായി ഭജന നടത്തിയിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,715 രൂപ, പവന് 1,09,720 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Golden Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഇരുട്ടടിയായി വാണിജ്യ സിലിണ്ടർ വില വർധന. ഒറ്റയടിക്ക് കൂട്ടിയത് 993 രൂപ. ഈ മാസം 6-ന് സംസ്ഥാനത്തെ ഹോട്ടലുകൾ അടച്ചിടും. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. 2ാം പാപ്പാൻ ശ്രീകുട്ടനാണ് മരിച്ചത്. 1ാം പാപ്പാൻ അമലിന് പരിക്കേറ്റു. തൃശൂർ അരിമ്പൂരിൽ കിണറ്റിൽ കല്ലുകെട്ടി താഴ്ത്തിയ നിലയിൽ കണ്ടെത്തിയ ചാക്കിൽ നിന്ന് എല്ലിൻ കഷ്ണങ്ങൾ ലഭിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതിയായ പുല്ലഴി ജലസവാരിക്ക് തുടക്കമായി. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്ത് ജലസവാരിക്ക് തുടക്കം കുറിച്ചു. തൃശൂർ അഞ്ചേരിച്ചിറയിലെ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്നും സ്വർണവുമായി മുങ്ങിയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി ഒല്ലൂർ പോലീസ്. ബംഗാൾ സ്വദേശി വരുൺ ജനയാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് കെട്ടിടത്തിന് മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. കോതപറമ്പ് കാര്യേഴത്ത് സത്യേഷാണ് പോലീസിനെ കണ്ട് കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. സ്വപ്നങ്ങൾ, എപ്പോഴും ദൂരെ എന്ന് തോന്നിയ ചില യാത്രകൾ, മാഗസിനിൽ ചിത്രങ്ങളിൽ മാത്രം കണ്ടിരുന്ന രാജസ്ഥാനിലെ കോട്ടകൾ, ബക്കറ്റ് ലിസ്റ്റ്